എന്നാൽ ഹംബലി മദ്ഹബ് പ്രകാരം ലാ തജിബുൽ ജുമുഅത്തു അലാ അഹ്ലിൽ ഖുറ വലാ അലാ അഹ്ലിൽ ബലദ്. പെരുന്നാൾ നിസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും എന്തില്ല, ജുമുഅ നിർബന്ധമാകുന്നില്ല. ബൽ യസ്ഖുതു അൻഹു ഫർദുൽ ജുമുഅത്തി ബിസലാത്തിൽ ഈദി. പെരുന്നാൾ നിസ്കാരം കൊണ്ട് ജുമുഅ നിസ്കാരം ഹംബലി മദ്ഹബ് പ്രകാരം ഒഴിവായി പോകും. അപ്പൊ പിന്നെ ജുമുഅ നിസ്കരിക്കണമെന്നില്ല. വയുസല്ലൂന ളുഹറ, അവർ ളുഹർ നിസ്കരിച്ചാൽ മതി. ഇത് ഹംബലി മദ്ഹബിന്റെ വീക്ഷണമാണ്. കേട്ടല്ലോ, ആരുടെ അഭിപ്രായം എന്നാ പറഞ്ഞത്? ഫൈസൽ മൗലവിന്റെ അഭിപ്രായമാണോ, മുജാഹിദുകളുടെ അഭിപ്രായമാണോ, വഹാബികളുടെ അഭിപ്രായമാണോ? അല്ല, അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയുടെ ഹംബലി മദ്ഹബിന്റെ അഭിപ്രായമാണ് എന്ത്? ഈ പറഞ്ഞ പെരുന്നാളും ജുമുഅയും ഒന്നിച്ചു വന്നാൽ ജുമുഅ നിർബന്ധമില്ല എന്നുള്ളത്. എന്തൊക്കെയായിരുന്നു ഇത്രയും ദിവസം പുകില്? മുജാഹിദുകൾ നന്മ മുടക്കികളാണ്, അവരങ്ങനെയാണ് ഇങ്ങനെയാണ്, മുടക്കി ലാസ്റ്റ് ജുമയും മുടക്കി എന്നൊക്കെയാണ് പറഞ്ഞത്. ജുമ മുടക്കല്ലേ ഇത്? അവിടെ ജുമ നടക്കണം എന്നാ പറഞ്ഞത്. ജുമ നടക്കണം, ഇമാമിന് നിർബന്ധമാണ് ജുമ നടക്കണം. എന്നാൽ അവിടെയുള്ള ആളുകൾക്ക് എത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ ഫർദ് ഒഴിവാക്കിയതിന്റെ കുറ്റം കിട്ടൂല, അവൻ ദുഹർ നമസ്കരിച്ചാൽ മതി എന്നാണ്. എന്നാൽ വന്ന് ജുമ നിസ്കരിക്കുകയാണെങ്കിൽ അതിന് പ്രതിഫലമുണ്ട് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഉസ്താദ് എന്താ പറഞ്ഞത്? ഇതാരുടെ അഭിപ്രായം? വഹാബിന്റെ അഭിപ്രായം? ഫൈസൽ മൗലവിന്റെ അഭിപ്രായമാണോ? അല്ല, അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയുടെ അഭിപ്രായമാണ്, ഹംബലി മദ്ഹബിന്റെ അഭിപ്രായമാണ്. ഇപ്പൊ നിങ്ങൾ പറയും ഹംബലി മദ്ഹബല്ലേ, നമ്മൾ ഷാഫി മദ്ഹബുകാരാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. സമസ്തക്ക് അങ്ങനെ ഒഴിയാൻ കഴിയില്ല. കാരണം ഷാഫി മദ്ഹബ് മാത്രമേ സ്വീകരിക്കാൻ പറ്റൂന്ന് സമസ്ത പറയണില്ല. അത് ഞാൻ പറയണല്ല, നിങ്ങൾ ഇത് കേൾക്ക്. മദ്ഹബുമായി ബന്ധപ്പെട്ട് എന്താണ് സമസ്തയുടെ നിലപാട്? നിങ്ങളൊന്ന് കേൾക്ക്. ഷാഫി മദ്ഹബ് തന്നെ ആവണമെന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ല. നാലിൽ ഏതായാലും കുഴപ്പമില്ല എന്ന് നമ്മൾ പറയണത്. നമ്മുടെ പള്ളിന്റെയും മദ്രസിന്റെ ഒക്കെ ഭരണഘടനയിൽ ഉണ്ടാവും ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി നാലാലൊരു മദ്ഹബിനെ സ്വീകരിക്കണം. നമ്മൾ ഷാഫികളാണെന്ന് എഴുതിയിട്ട് എല്ലാവരും ഷാഫികളാവണമെന്ന് നമുക്ക് അഭിപ്രായമൊന്നുമില്ല, വാശിയൊന്നുമില്ല. നമ്മളേതാച്ചാ അതന്നെ ഇക്കോണം എന്നുള്ള വാശിയല്ലത്. ഹക്ക് 4 ഉള്ളൂ, ശരി 4 ഉള്ളൂ, അതിനാൽ 4 ആവാൻ പറ്റുള്ളൂ എന്നാണ്. ലോകവ്യാപകമായി നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതലുള്ളത് ഷാഫി മദ്ഹബ് എന്നല്ല, ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് ഹനഫി മദ്ഹബാണെന്നാണ്. കേരളത്തിൽ ഷാഫി മദ്ഹബാണ്. അതുകൊണ്ട് ഷാഫി മദ്ഹബുകാരായ നമുക്ക് എല്ലാവർക്കും ഷാഫി മദ്ഹബുകാരാവണം എന്ന അഭിപ്രായമൊന്നുമില്ല. ഷാഫി ആയാലും കുഴപ്പമില്ല, ഹനഫി ആയാലും കുഴപ്പമില്ല, ഹംബലി ആയാലും കുഴപ്പമില്ല, മാലിക്കി ആയാലും കുഴപ്പമില്ല എന്നാ നമ്മുടെ അഭിപ്രായം. കണ്ടോ എന്തായി? ഹംബലി ആയാലും കുഴപ്പമില്ല. ഇനി ഒരു സമസ്തക്കാരൻ ഹംബലി ആയാലോ ഓനിത് ബാധകല്ലേ? ഓൻ പേച്ചോനാണോ? ഓൻ നന്മ മുടക്കിയാണോ? ഓൻ ജുമ മുടക്കിയാണോ? വഹാബിയാണോ? ഒന്നുമല്ല, ഓൻ ക്ലിയർ ആയി. അപ്പൊ എന്തായി? അവർക്ക് ആ ഹംബലി മദ്ഹബ് സ്വീകരിക്കുന്ന സമസ്തക്കാരന് പ്രശ്നമല്ല, എന്നാൽ സലഫികൾ ഇതിവിടെ പറയരുത് എന്നാണ്. മനസ്സിലായില്ലേ? ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.